ഹരേ ഓക്കെ, നമുക്ക് നമ്മുടെ സത്സംഗത്തിലേക്കുള്ള സമയമായി. ഇന്ന് മുതൽ നമ്മൾ പുതിയതായിട്ട് ഭഗവത്ഗീത ഒന്നാം അധ്യായം മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോ ശരിക്കും ഭഗവത്ഗീത എന്താണ്, ഭഗവാൻ ആരാണ്, എന്താണ് ഭഗവാൻ ഭൂമിയിലെ വരേണ്ട കാര്യം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആമുഖമായിട്ട് പറഞ്ഞു പോകേണ്ടി വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാരായണ വാസുദേവ. അപ്പോ നമുക്ക് എന്തായാലും തുടങ്ങാം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മള് ഇന്ന് മുതൽ ഭഗവത്ഗീതയെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ആദ്യത്തെ ക്ലാസ് ആണ് ഇന്നത്തെ. അപ്പോൾ ഭഗവത്ഗീത എന്നാൽ എന്താണ്? ശരിക്കും ഭഗവത്ഗീത എന്നാൽ ഭഗവാന്റെ ഗീതം, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഭഗവത്ഗീത. തൻ്റെ സുഹൃത്തും എന്താ പറയാ ബന്ധുവുമായ അർജുനന് ഭഗവാൻ ഉപദേശിച്ചത് എവിടെ വെച്ചാണ്? ഇന്നത്തെ ഹരിയാനയിലെ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് 5124 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവത്ഗീത ഉപദേശിച്ച് 36 വർഷം കഴിഞ്ഞാണ് ഭഗവാൻ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി തിരിച്ച് ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും ഭഗവത്ഗീത നമുക്ക്, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്താണ്? എന്തിനു നമ്മൾ ഭഗവത്ഗീത പഠിക്കണം? ഇത് ഭഗവത്ഗീതയിലൂടെ നമ്മൾ നേടേണ്ടത് എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്താ പറയാ, എന്ത് കഴിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ വിശ്രമിക്കണം, ഏത് രീതിയിലുള്ള കർമ്മങ്ങൾ അവൻ ചെയ്യണം, ശരിക്കും എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ മനുഷ്യജന്മത്തിലൂടെ നമ്മൾ ഈ എന്താ പറയാ, എന്തൊക്കെ നേടണം, എന്തൊക്കെ അറിവുകൾ നേടണം, എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്: ആത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കർമ്മം, കാലം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോ എന്താ പറയാ, നശ്വരമായ ശരീരം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമായ സ്ഥൂല ശരീരമാണ്. ഇത് എപ്പോഴും വേണമെങ്കിലും നശിക്കാം. മറിച്ച് നമ്മുടെ എന്താ പറയാ, ജീവാത്മാവ് എന്ന് പറയുന്നത് ശാശ്വതമാണ്, ഭഗവാന്റെ അംശമാണ്, ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും സൂക്ഷ്മ ശരീരത്തിനുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന, നമ്മുടെ പുറമെ കാണുന്ന ഈ സ്ഥൂല ശരീരം പഞ്ചഭൂതം നിർമ്മിതമാണ്. അപ്പോൾ ശരിക്കും എന്താണ് ആത്മാവും ഈ ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരമാണ് എന്നാണ് പലരും ധരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ശരീരത്തിൽ നിന്നും എന്താ പറയാ, നമ്മുടെ കൈ പോയാലും നമ്മൾ ജീവിക്കും, കാല് പോയാലും നമ്മൾ ജീവിക്കും. ഇതുപോലെ എന്താ പറയാ, ഓരോ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടാലും നമ്മൾ ജീവിക്കും. പക്ഷെ ആത്മാവ് പോയാൽ ഇനി ആ ശരീരം മുഴുവനേ തന്നെ കിടപ്പുണ്ടെങ്കിലും എന്താണ്, അത് പ്രവർത്തിക്കില്ല. അത് പിന്നെ ജീർണിക്കും, അത് പിന്നെ എന്താ പറയാ, വല്ലാത്ത ദുർഗന്ധപൂരിതമാകും, പിന്നെ കൃമിക്കും, പിന്നെ അഴുകി മണ്ണോട് ചേരും. അപ്പൊ ആത്മാവാണ് ഞാൻ ഈ ശരീരമേ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് ഈ ഭൗതിക ലോകത്തേക്ക് വരുന്നത്,
ഞാൻ എന്തുകൊണ്ട് ഞാൻ സുഖിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു, എന്നോടൊപ്പം ജനിച്ച പല ആൾക്കാരും ഒരേ സമയം ഒരേ ആശുപത്രിയിൽ ഒരേ സ്ഥലത്ത് ജനിച്ചവർ പോലും വ്യത്യസ്തരായിട്ട് പണക്കാരും പാവങ്ങളും രോഗികളും ഇങ്ങനെ പല രീതിയിൽ അവർ മാറുന്നത് എന്തുകൊണ്ട്? അപ്പൊ അതൊക്കെ നമ്മുടെ കർമ്മങ്ങൾ, മുൻജന്മ കർമ്മങ്ങൾ ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വ്യത്യസ്തരായിട്ട് ജനിക്കുന്നതും വ്യത്യസ്തരായിട്ട് ജീവിക്കുന്നതും വ്യത്യസ്തരായിട്ട് മരിക്കുന്നതും. അപ്പൊ ഇതൊക്കെ ഏതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതെല്ലാം ഭഗവത്ഗീതയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രവുമല്ല, എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഏത് രീതിയിൽ ചെയ്താൽ നമ്മളെ ഈ ഭൗതിക ലോകവുമായിട്ട് അത് ബന്ധിപ്പിക്കില്ല, ഏതെല്ലാം കർമ്മങ്ങൾ നമ്മളെ ഇവിടെ തളച്ചിടും, ഇവിടെ ബന്ധിപ്പിച്ചിടും, ഇതിനെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. കൂടാതെ ഗുരുവിനെ സ്വീകരിക്കേണ്ട ആവശ്യകത എന്താണ്, ഗുരുവിന്റെ പ്രാധാന്യം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഭഗവത്ഗീത വിവരിക്കുന്നു. പിന്നെന്താണ്, കർമ്മഫലത്യാഗത്തിലൂടെ ശുദ്ധീകൃതനാകുന്ന ഒരുവന് ലഭിക്കുന്ന ശാന്തിയെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന അഷ്ടാംഗ യോഗ പദ്ധതിയെ പറ്റി ഭഗവത്ഗീത പറയുന്നു. പിന്നെ എന്താണ്, ഭക്തിയുത ഭഗവത് സേവനം വഴി ഭഗവാനെ ശരണം പ്രാപിച്ച് തിരിച്ചു ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ മഹാഭക്തരെ കുറിച്ച്, അവരുടെ ആ ഭക്തിയെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. പിന്നെന്താണ്, മരണവേളയിൽ ഭഗവാനെ സ്മരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകുന്ന ഒരാളുടെ യാത്രയെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. ഭഗവാന്റെ തന്നെ വിഭൂതികൾ, ഭഗവാന്റെ തന്നെ ഐശ്വര്യങ്ങളെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. ഭഗവാൻ അർജുനന് വിശ്വരൂപ ദർശനം കാട്ടിക്കൊടുക്കുന്നത് എന്താണ്, ഭഗവാന്റെ ഈശ്വരത്വം, ഭഗവാന്റെ ചതുർഭുജ രൂപം, ഭഗവാന്റെ ശ്യാമസുന്ദരനായിട്ടുള്ള ദ്വിഭുജ രൂപം, രണ്ട് കൈകളോടുള്ള രൂപം, ഇതെല്ലാം ഭഗവത്ഗീതയില് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് തന്നെ അർജുനന് കാണിച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ്, ദൈവിക ഗുണങ്ങൾ നേടുന്നത് എങ്ങനെയാണ്, പിന്നെ ത്രിഗുണങ്ങൾ അത് നമ്മെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു, അസുര സ്വഭാവികളുടെ അവസ്ഥ എന്തായിരിക്കും, സന്യാസം എന്നാൽ എന്താണ്, ഭക്തിയുത ഭഗവത് സേവനം ഒരുവനെ മറ്റുള്ള പാപകർമ്മങ്ങളിൽ, മുൻജന്മ പാപകർമ്മങ്ങളിലൂടെ ആണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വരുന്നത്. ആ കർമ്മങ്ങളെയൊക്കെ, പാപകർമ്മ ഫലങ്ങളെയൊക്കെ നശിപ്പിക്കാൻ, കത്തിച്ചു കളയാൻ ഭഗവത് സേവനവും ഭഗവത് നാമജപവും ഒരുവളെ പ്രാപ്തനാക്കുന്നു. അതൊക്കെ ഈ ഗീതാ രഹസ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ശാന്തിയും സമാധാനവും നിറഞ്ഞ ഭൗതിക ജീവിതം, ഭഗവത് സാമീപ്യം നിറഞ്ഞ ആത്മീയ ജീവിതവും നേടാൻ ഭഗവത്ഗീത ഒരുവനെ പ്രാപ്തനാക്കുകയാണ്. സാധാരണ ഒരു യന്ത്രം ഇറക്കുന്ന വേളയില് അത് ശരിയായിട്ട് അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു ബുക്ക്ലെറ്റും കൂടി അതിനോടൊപ്പം നമുക്ക് കിട്ടും. അപ്പൊ ആ ബുക്ക്ലെറ്റിലൂടെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി, ഉദാഹരണം ഒരു വാഷ് ബേസിൻ ആണെങ്കിൽ അത് എത്ര തുണി അതിലിടണം, എത്രത്തോളം വെള്ളം നിറയ്ക്കണം, എത്ര ഡിറ്റർജന്റ് എത്ര ഇടണം, എത്ര മിനിറ്റ് അത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യിക്കാൻ അതിനെ സെറ്റ് ചെയ്ത് വയ്ക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അതില് നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് പെട്ടെന്ന് അതിന്റെ ആയുസ് നഷ്ടപ്പെടും. അതുപോലെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, അവന്റെ കർമ്മങ്ങൾ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ തുടങ്ങി എന്താ പറയാ, എല്ലാ കാര്യങ്ങളെയും അത് തിരിച്ചു പോകുന്ന വരെയുള്ള മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഇത്. നമ്മെ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവത് ധാമത്തിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഭഗവത്ഗീത ചെറുപ്പത്തിലെ, കുറഞ്ഞപക്ഷം എന്താണ്, യൗവനത്തിലെങ്കിലും വായിക്കേണ്ടതാണ്. കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് തുടങ്ങേണ്ടതാണ്. പക്ഷെ നമ്മുടെ എന്താ പറയാ, ഹിന്ദു സമുദായത്തില് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല. കാരണം നമ്മുടെ രീതിയിൽ മറ്റുള്ള സെമിറ്റിക് മതങ്ങളിലൊക്കെ, ഇപ്പൊ ക്രിസ്ത്യൻസിനാണെങ്കിൽ അവിടെ സൺഡേ സ്കൂളുണ്ട്, മുസ്ലിമിനാണെങ്കിൽ അവർക്ക് പള്ളിയിൽ 3 വയസ്സ് തൊട്ടേ അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ പുസ്തകത്തെക്കുറിച്ചും അവരുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ സനാതന ധർമ്മത്തില് അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ
നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത്തരം എന്താ പറയാ അറിവുകളൊന്നും ലഭിക്കാറില്ല. അപ്പോ ശരിക്കും പറഞ്ഞാല് നിത്യജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം കാര്യങ്ങൾ ഈ ഭഗവത്ഗീതയിലുണ്ട്. നമ്മൾ സ്കൂൾ ജീവിതത്തിൽ ധാരാളം വിഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും നമ്മുടെ നിത്യജീവിതത്തിൽ അത് ഉപയോഗത്തിലേക്ക് വരുന്നില്ല. ഉദാഹരണം ലോകരിതം തുടങ്ങിയുള്ള കണക്കുകളൊന്നും നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടാത്ത പല സിദ്ധാന്തങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം കെമിസ്ട്രിയിലാണെങ്കിൽ H2 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ വെള്ളം ഉണ്ടാക്കാമെന്നൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഇന്നോളം ഒരു വരൾച്ചയിലും നമ്മൾ ഈ തത്വം പ്രയോഗിച്ചിട്ട് വെള്ളം ഉണ്ടാക്കിയതായിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ ജീവിതത്തിലൊന്നും അത് കാണാറേ ഇല്ല. അപ്പോ എന്നാൽ നമ്മൾ ഇതൊക്കെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷെ പണ്ട് പഠിച്ച 90% നമ്മൾ ഇന്ന് മറന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊച്ചിലേ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതം വരെ കൊണ്ടുപോകും. അതിലൊന്നാണ് ഈ പറയുന്ന ഭഗവത്ഗീത പാരായണം. മറ്റു ഭൗതികമായിട്ടുള്ള എന്തും നമ്മളെ മരണം വരെ ഇവിടെ സൂഹിക്കാനും മറ്റുള്ള നമ്മുടെ സന്തോഷത്തിനൊക്കെ പ്രയോജനപ്പെടുത്തുള്ളൂ. പക്ഷെ ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ നമുക്ക് ഭഗവാൻ ആര്, ഈശ്വരനും ഞാനും തമ്മിലുള്ള ബന്ധമൊക്കെ, നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അത് വിജ്ഞാന ഗ്രന്ഥമാണ്, ജ്ഞാന ഗ്രന്ഥമല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രമേ ആവുന്നുള്ളൂ. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അറിവാണ്. നമുക്ക് ചെയ്ത് ജീവിതത്തിൽ സാർത്ഥകമാകാണ്, ജീവിതത്തിനെ ഭഗവാനിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുന്നത് ജ്ഞാനം, അറിവ്. അതേ അറിവ് അത് വലിക്കാതിരിക്കുമ്പോഴാണ് വിജ്ഞാനമായിട്ട് മാറുന്നത്. പല ആൾക്കാരും ക്യാൻസർ രോഗം വരുന്നു, പുകവലിച്ച് ക്യാൻസർ രോഗം വരും. ഈ രോഗമായിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ വലിയ രീതിയിൽ മരുന്നൊക്കെ എഴുതും. പക്ഷെ അതേ ഡോക്ടറുടെ ചിലപ്പോൾ മേശ തുറക്കുമ്പോൾ അവിടെ സിഗരറ്റിന്റെ പാക്കറ്റ് കാണാം. കാരണം അദ്ദേഹത്തിന് അറിവുണ്ട്, പക്ഷെ വിജ്ഞാനമില്ല. എന്ന് പറയുന്നത് പോലെ നമുക്ക് ആ അറിവ് നമ്മൾ വിജ്ഞാനമാക്കി മാറ്റണം. കിട്ടിയ അറിവുകളെല്ലാം, ആധ്യാത്മികപരമായിട്ടുള്ള അറിവുകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. ഭഗവത്ഗീതയും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ട കുറേ അറിവുകളുടെ ഒരു കൂട്ടമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പോ ഇന്നും നമുക്കറിയാം, സാധാരണ നമ്മുടെ തലമുറയൊക്കെ മയക്കുമരുന്നതിലും മദ്യത്തിലും, കൊച്ചു കുട്ടികൾ വരെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ വെച്ചാണെന്ന് മയക്കുമരുന്ന് കച്ചവടമൊക്കെ നടത്തുന്നത് തന്നെ. അത് കഴിഞ്ഞ് യുവാക്കളാവുമ്പോഴേക്കും അവരെ കൊണ്ട് തന്നെ കഴിപ്പിച്ചിട്ട് അതിൽ അടിമയാക്കുകയാണ്. എന്നിട്ട് അവർക്ക് ഇത് കിട്ടാതെ വരുമ്പോഴേക്കും അവർ വയലന്റ് ആവും. അതങ്ങനെ അവരെന്ത് ചെയ്യും, അവരെ വീട്ടിലെ കാശൊക്കെ വാങ്ങിച്ച് അച്ഛൻ്റെ അമ്മയൊക്കെ നിർബന്ധിച്ച് പൈസയൊക്കെ മേടിച്ച് അവർ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ടും പിന്നെ വീട്ടുകാരും കൊടുക്കാതാകുമ്പോൾ മോഷണം തുടങ്ങും. അങ്ങനെയൊക്കെ നമ്മുടെ യുവതലമുറ നശിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം എന്താ പറയണം, ധാരാളം അസുഖങ്ങളൊക്കെ വന്ന് പിടിപെടുന്നു. ഈ ചെറുപ്പത്തിലേ ഇങ്ങനെ ഒക്കെയുള്ള ഇതിലൊക്കെ പെട്ട് കരളൊക്കെ നശിച്ച് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. പക്ഷെ ഭഗവത്ഗീത യഥാർത്ഥത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും എന്ന് ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോ നമ്മളെ ആഹാരം നമ്മൾ എങ്ങനെ കഴിക്കണം, നമ്മുടെ വിശ്രമം എത്ര നേരം വേണം, നമ്മുടെ ആധ്യാത്മികമായ ജീവിതചര്യകൾ എത്ര നേരം നമ്മൾ ജീവിതത്തിൽ അത് കൊണ്ടുവരണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതെല്ലാം ഭഗവത്ഗീതയിലൂടെ ഭഗവത്ഗീത അർജുനന് ഉപദേശിക്കുന്നത്, അർജുനൻ നല്ല ഒരു മൂഡിലിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാത്ത, വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേ അല്ല, ഒരു യുദ്ധമുഖത്തിലാണ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിക്കുന്നത്. അപ്പോ എന്താ പറയാ, നമ്മുടെ ജീവിതവും ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ അധികം പല കാരണങ്ങളാൽ ഒരു യുദ്ധരംഗം പോലെ തന്നെയാണ്. ജീവിതത്തിലെ പല ജീവിത പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, ഓഫീസിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, സ്കൂളിൽ കോളേജിലൊക്കെ പ്രശ്നം, ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് പല യുദ്ധങ്ങളിൽ പെട്ട് നിൽക്കുന്ന നമുക്ക് ജീവിത വിജയം നേടാനായിട്ടും
നമ്മുടെ വിഷമങ്ങളിൽ അല്ലെങ്കിൽ എന്താ നമ്മുടെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിലൊക്കെ തളർന്നു പോകാതെ നമ്മൾ മനസാന്നിധ്യം വേണ്ടത് എന്താ ധൈര്യമൊക്കെ സംഭരിക്കാൻ നമുക്ക് ഭഗവത്ഗീത സഹായിക്കും. എന്താ പറയാ, നമ്മുടെ യൗവനകാലം ജീവിത പ്രശ്നങ്ങളാൽ സംഘർഷങ്ങളാൽ തീർപ്പുമുട്ടുന്ന സമയം പകരാതെ ജീവിതത്തിൽ വിജയം നേടാൻ ഭഗവത്ഗീത വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീത കൈകൊണ്ട് തൊടുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ പുണ്യപ്രദമാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. ഉദാഹരണം, പാചക കിറ്റുകൾ, നമ്മൾ പല പാചകത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ അത് ജീവിതത്തിൽ വാങ്ങി ഷെൽഫിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടതായ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പാചകം ചെയ്യും, അല്ലേ? പാചകം ചെയ്ത് അത് ഭഗവാനെ നിവേദിച്ചിട്ട് കഴിക്കണം. അപ്പോഴേ നമുക്ക് അതിന്റെ ടേസ്റ്റ് എന്താണ് അത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോ അതുപോലെ ഭഗവത്ഗീത വാങ്ങിക്കുന്നതും വായിക്കുന്നതും തൊടുന്നതും ഒക്കെ പുണ്യപ്രദമാണ്. പക്ഷെ നമ്മൾ ദിവസവും ഭഗവത്ഗീത പാരായണം ചെയ്യണം. അത് ഹൃദയസ്ഥമാണ്. അപ്പോ നമ്മുടെ എന്താ പറയാ, കുഞ്ഞുങ്ങളെല്ലാം ഈ ഇപ്പം വെക്കേഷൻ സമയമാണ്. അപ്പൊ ഭഗവത്ഗീത എല്ലാവരും ഭഗവത്ഗീത വാങ്ങണം. ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ വ്യത്യസ്തരായിട്ടുള്ള ഭക്തര് വന്നിട്ട് ക്ലാസ് എടുക്കും. അപ്പൊ അതെല്ലാം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. അപ്പോൾ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ഈ പറയുന്ന മയക്കുമരുന്നുകളിലോ അല്ലെങ്കിൽ ലവ് ജിഹാദുകളിലോ ഒന്നും പെടാതെ ജീവിതം വളരെ സന്തോഷകരമാക്കാൻ നമ്മൾ മുതിരണം. ദ്വന്ദ്ങ്ങൾ നിറഞ്ഞ ഈ ഭൗതിക ലോകത്ത്, ദ്വന്ദ്ങ്ങൾ എന്ന് പറയുമ്പോൾ സുഖം, ദുഃഖം, ഇരുട്ട്, വെളിച്ചം, കയറ്റം, ഇറക്കം, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാം ദ്വന്ദ്ങ്ങളാണ്. അതൊക്കെ നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. ഈ ഭൗതിക ലോകത്തെ സമബുദ്ധിയോടെ നമ്മൾ എല്ലാം നോക്കിക്കാണാനും ഏത് പ്രതിസന്ധിയിലും തളരാതെ അല്ലെങ്കിൽ തകരാതെ ധൈര്യത്തോടെ എല്ലാം നേരിടാനും ഒടുവിൽ ഈ ഭഗവത് സേവനത്തിലൂടെ എന്താ പറയാ, ഭഗവത് പ്രാപ്തി, തിരിച്ച് നമ്മൾ ഭഗവാന്റെ ധാമത്തേക്ക് തിരിച്ചു പോകാനും ഭഗവത്ഗീത നമ്മെ സഹായിക്കുന്നു. അപ്പോ ഇതാണ് ഭഗവത്ഗീതയെ നമുക്ക് എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം. ഇവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, ആരാണ് ഭഗവാൻ? ഭഗവാനെ കുറിച്ച് നമുക്ക് അറിവ് വളരെ, എല്ലാവരും, നമ്മളെല്ലാ അമ്പലങ്ങളിലും പോകുന്നവരുണ്ടാവും. ഈ ഗ്രൂപ്പിൽ തന്നെ ധാരാളം പേര്. അപ്പൊ എല്ലാവരും ഭഗവാനാണെന്നാണ് ശരിക്കും നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പോ ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ ഭഗവത്ഗീത എന്താണ്, ആ ഭഗവത്ഗീതയുടെ പ്രാധാന്യം മനസ്സിലാക്കും. ഇപ്പോൾ പലരും കൃഷ്ണനെ കാണുന്നത് എന്താണ്, ഒരു 10,000-5,000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തില് ദ്വാരകയെല്ലാം ഭരിച്ചിരുന്ന ഒരു വലിയ മഹാരാജാവ്, വളരെ ശക്തിമാനായിട്ടുള്ള കുറെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച ഒരു വലിയ രാജാവാണ് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഭഗവാൻ എന്ന് പറയുന്നത് ഈ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ച് എല്ലാവരെയും ഭഗവാൻ തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോ ആ ഭഗവാനെ കുറിച്ച് നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? അത് ഭഗവാനെ കുറിച്ച് വായിക്കുന്നത് ഭാഗവതത്തിലാണ്. അപ്പൊ ആ ഭാഗവതം വ്യാസദേവൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ സാഹിത്യ അവതാരമാണ്. അദ്ദേഹത്തിന്റെ പുത്രനായ ശുകദേവ ഗോസ്വാമി മുഖാന്തരമാണ് നമുക്ക് ഈ ഭാഗവതം നമുക്ക് ലഭിക്കുന്നത്. ആ ഭാഗവതത്തിലാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഭഗവാനെ മാത്രമല്ല, ഭഗവാനെയും ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരെയും കുറിച്ച് പറയുന്നതാണ് ഭാഗവതം. അതിൽ പ്രധാനമായ 12 സ്കന്ധങ്ങളാണ്, 18,000 ശ്ലോകങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. ശരിക്കും ഭഗവാൻ തന്നെയാണ് ഭാഗവതം. ഭാഗവതം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥം മാത്രമല്ല, അത് ഭഗവാൻ തന്നെയാണ്. ഉത്തരേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഭാഗവതത്തിനെ ആരാധിക്കുന്നതും പൂജിക്കുന്നതൊക്കെ കാണാൻ പറ്റും.
ശ്രീമദ് ഭാഗവത ആഖ്യായം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് ഞാൻ പറയുന്നുണ്ട്. ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്? ശ്രീമദ് ഭാഗവതം കൃഷ്ണന്റെ പ്രത്യക്ഷ രൂപം തന്നെയാണ് എന്നാണ് ഭാഗവത്തെ കുറിച്ച് പറയുന്നത്. ഭഗവാൻ ഗ്രന്ഥരൂപത്തിൽ വരുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാന് ധാരാളം അവതാരങ്ങളുണ്ട്. എന്താ പറയാ, നമുക്കറിയാം ദശാവതാരത്തിനെ നോക്കിയാൽ മത്സ്യം തൊട്ട് അങ്ങോട്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമൻ, അങ്ങനെ കുറെ അവതാരങ്ങൾ. അല്ലാതെ തന്നെ നമുക്ക് ഈ പറയുന്ന ദശാവതാരങ്ങൾ അല്ലാതെ തന്നെ ധാരാളം അവതാരങ്ങള്, കലാവതാരം, പുരുഷാവതാരം, യുഗാവതാരം, മന്വന്തരാവതാരം, യുഗാവതാരം, ഇങ്ങനെ ഗുപ്താവതാരം, ഇങ്ങനെ ധാരാളം അവതാരങ്ങൾ ഈ പറയുന്ന ദശാവതാരം കൂടാണ്ട് തന്നെയുണ്ട്. അപ്പോ നമ്മള് ഗ്രന്ഥരൂപത്തിലുള്ള ഭാഗവതത്തെ ഭഗവാനായിട്ട് തന്നെ കണ്ട് ആരാധിക്കേണ്ടതാണ്. ഭാഗവത പാരായണം നടക്കുന്നിടത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഭൂതപ്രേത പിശാചുക്കളുടെ സാന്നിധ്യമോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവിടെ എപ്പോഴും ഐശ്വര്യവും ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കും. അവിടെ അതിലൂടെ ഭാഗവത പാരായണത്തിലൂടെ കേൾക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും എന്ന് പറഞ്ഞാല് മനുഷ്യര് മാത്രമല്ല, സസ്യലതാദികൾക്ക്, പക്ഷി മൃഗാദികൾക്ക്, അമീബ, അണുക്കള്, ഉറുമ്പ്, പാറ്റ, പഴുതാര, പല്ലി, ഇങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും സദ്ഗതി ലഭിക്കും. അപ്പോ എന്ന് മാത്രമല്ല, പ്രേതാത്മാക്കൾക്ക് വരെ മോക്ഷം കിട്ടുന്ന, മോക്ഷം കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. അതിന്റെ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്ന തുംഗഭദ്ര നദി, ആന്ധ്രാപ്രദേശിലെ തുംഗഭദ്ര നദിയുടെ തീരത്ത് ആത്മദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദുന്ദുലി എന്ന് പേരുള്ള ഒരു പത്നി ഉണ്ടായിരുന്നു. ആത്മദേവൻ പാവപ്പെട്ടവനാണ്, ദുന്ദുലി വലിയ പണക്കാരിയാണ്. അപ്പൊ ആത്മദേവൻ സാമ്പത്തികമായിട്ട് വളരെ ചെറിയ ആളായത് കൊണ്ട്, സാമ്പത്തികമായിട്ട് വളരെ തളർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ദുന്ദുലിക്ക്, ഭാര്യയ്ക്ക് ആത്മദേവന് ഒരു തരം പുച്ഛമാണ്. അതോടൊപ്പം തന്നെ അവർക്കൊരു പുത്രനും ഉണ്ടായില്ല. അപ്പൊ അതും കൂടി ആയപ്പോഴേക്കും ഈ ദുന്ദുലിക്ക് ആത്മദേവനോട് വളരെ പരമപുച്ഛമായി. അങ്ങനെ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ ആത്മദേവന് വളരെ സങ്കടം വന്നു. ജീവിതം അടുത്ത് കാട്ടിൽ പോകും. കാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, ആത്മഹത്യ ചെയ്താലുള്ള ദോഷങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വേദങ്ങളും പുരാണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാനും തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു ആൽമരത്തിൽ ചാരി കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എതിരെയുള്ള ഒരു തടാകത്തിന്റെ അക്കരെ ഒരു സന്യാസി വന്നു ഇവിടെ തടാകത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് അദ്ദേഹം ധ്യാനിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയങ്കരമായ ഒരു എന്താ പറയാ തേജസ്. അങ്ങനെ ഇദ്ദേഹത്തിന് ആ സന്യാസിയില് എന്തോ ഒരു അത്ഭുതം, എന്തോ ഒരു ദിവ്യത്വം തോന്നും. ഇങ്ങനെ അദ്ദേഹം നേരെ ഇറങ്ങി നടന്ന് നേരെ ആ സന്യാസിയുടെ അടുക്കൽ ചെല്ലും. അവിടെ ചെന്നിട്ട് സന്യാസിയോട് പറയും, എനിക്ക് ഞാനിങ്ങനെ എന്റെ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെയാണ്, എനിക്ക് അങ്ങക്ക് എന്തൊക്കെ ദിവ്യത്വം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് എനിക്കൊരു പുത്രനെ തരണം എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഒരു സെക്കൻഡ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ധ്യാനത്തിലിരിക്കും. എന്നിട്ട് കണ്ണു തുറന്നിട്ട് പറയും, സോറി, നിനക്ക് ഈ ജന്മത്തിൽ പുത്രഭാഗ്യം പറഞ്ഞിട്ടില്ല. ഈ ജന്മത്തിലല്ല, 7 ജന്മത്തിലേക്ക് നിനക്ക് പുത്രഭാഗ്യമില്ല. അതുകൊണ്ട് നീ വിഷമിച്ചിട്ട് കാര്യമില്ല. ഉള്ള ആ രീതിയിൽ അങ്ങ് ജീവിച്ചു പോവുക, അതാണ് നല്ലതെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയും, ഈ ജന്മം മാത്രമല്ല, 7 ജന്മത്തെ കുറിച്ച് വരെ പറയാനുള്ള കഴിവ് അങ്ങേക്കുള്ള സ്ഥിതിക്ക് അങ്ങേക്ക് എനിക്കൊരു പുത്രനെ തരാൻ പറ്റും എന്ന് പറയും. അപ്പോ മുനി പറയും, അങ്ങനെ പറയരുത്. അങ്ങനെ നീ നിർബന്ധിച്ചൊരു പുത്രനെ മേടിച്ചാൽ അതിന്റെ പേര് നീ ഒത്തിരി ദുഃഖിക്കേണ്ടി വരുമെന്നോ. അപ്പോ എനിക്ക് ആ ദുഃഖം ഞാൻ സഹിച്ചു കൊള്ളാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം സന്യാസി പറയും, എന്നാ ശരി, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അദ്ദേഹം വീണ്ടും ധ്യാനത്തിലിരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആകാശത്തുനിന്ന് തന്റെ മടിയിൽ ഒരു മാങ്ങ വീണ്ടും പഴുത്ത മാമ്പഴം വന്നു. അങ്ങനെ ഈ മാമ്പഴം എടുത്തിട്ട് ആത്മദേവന് കൊടുത്തിട്ട് പറയും, നീ ഇത് കൊണ്ട് നിന്റെ പത്നി കൊടുത്തോളൂ. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആ മാങ്ങയുമായിട്ട് ഓടി ആ ദുന്ദുലിയുടെ അടുത്ത് എന്നിട്ട് പറയും, ദുന്ദുലി,
നിന്റെ വിഷമങ്ങളെല്ലാം മാറാൻ പോകുന്നു, ഈ വീട്ടിൽ ഒരു കൊച്ചുകുട്ടി വരാൻ പോകുന്നു, ഈ മാങ്ങ നീ സന്തോഷത്തോടു കൂടി കഴിക്കണം, കഴിച്ചാൽ നമുക്കൊരു പുത്രൻ ജനിക്കുമെന്ന് സന്യാസി പറഞ്ഞിരിക്കുകയാണെന്ന് പറയും. അപ്പോ ദുന്ദുലി ശരിക്കും അതുവരെ ഇദ്ദേഹത്തിനെ ഒരു പുത്രനെ പോലും നിങ്ങൾ കാരണം എനിക്ക് ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞവള് പെട്ടെന്ന് അവളുടെ യഥാർത്ഥ തനി സ്വഭാവം പുറത്തേക്ക് വരും. അപ്പം യഥാർത്ഥത്തിൽ ദുന്ദുലിക്ക് ഒരു പുത്രനോടൊന്നും താല്പര്യമില്ല. കാരണം ദുന്ദുലിക്ക് ഈ പറയുന്ന 8 മാസം ഗർഭിണിയായിട്ട് 8-9 മാസം ഈ കുട്ടിയെ ചുമന്നുകൊണ്ട് നടക്കണം, ഉറക്കം ബാധിക്കും, പിന്നെ വേദനയോട് പ്രസവിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ആ കുട്ടിയുടെ മലമൂത്രാദികളൊക്കെ എടുക്കണം, കുഞ്ഞുങ്ങളൊക്കെ നനയ്ക്കണം, പിന്നെ അതിനെ കരയുമ്പോൾ എടുത്തുകൊണ്ട് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കണം, തന്റെ സൗന്ദര്യം നശിക്കും. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ദുന്ദുലി ഇല്ലാത്ത വിഷമത്തിലാവും. എന്നാൽ ഇത് കഴിക്കാതിരിക്കാനും പറ്റൂല. അപ്പൊ ഉടൻ തന്നെ ശരി ഞാൻ കഴിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ആഹാരമൊക്കെ കൊടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പറയും. എന്നിട്ട് ദുന്ദുലി നേരെ ദുന്ദുലിയുടെ അനിയത്തിയുണ്ട്, അവിടെ അനിയത്തിയുടെ അടുത്ത് ചെല്ലും. അനിയത്തിയുടെ അടുത്ത് എന്ന് പറയും, ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇദ്ദേഹം പോയൊരു മകനെയെ കൊണ്ട് വന്നിരിക്കുന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ പ്രസവിക്കാനൊന്നും താല്പര്യമില്ല. അപ്പൊ അനിയത്തി പറയാൻ, അതിനെന്താ പേടിക്കണ്ട, ഞാൻ ഗർഭിണിയാണ്, എന്റെ ഭർത്താവിന് കുറെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്റെ മകനെ നിനക്ക് തരാം, നീ പ്രസവിച്ചതാണെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കൊടുത്താൽ മതി. അപ്പോ അങ്ങനെ പ്രസവിച്ചാൽ ഈ കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ? പാല് കൊടുക്കും, അത് നിങ്ങൾ പാലൊന്നും ഇല്ല, അതുകൊണ്ട് എന്റെ അനിയത്തി പ്രസവിച്ചു, അനിയത്തിയുടെ കുട്ടി മരിച്ചുപോയി, അപ്പൊ ആ അനിയത്തി വന്ന് പാല് കൊടുക്കും എന്ന് പറയുമ്പോ നിങ്ങളുടെ ഭർത്താവ് സമ്മതിക്കും. എന്റെ ഭർത്താവിന് കുറച്ച് കാശും പണവും സ്വർണ്ണമൊക്കെ കൊടുത്താൽ മതി, അദ്ദേഹം സമ്മതിക്കും എന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഈ മാങ്ങ എന്ത് ചെയ്യട്ടെ, മാങ്ങ നീ ഒരു വീട്ടിൽ കൊണ്ട് പശുവിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ ദുന്ദുലി മാങ്ങ പശുവിന് കൊടുത്തു. എന്നിട്ട് ഗർഭിണിയായിട്ട് ചമഞ്ഞ് വല്ലാത്ത ക്ഷീണമൊക്കെ ഭാവിച്ച് കുറെ തുണിയെല്ലാം വലിച്ചു കെട്ടി അങ്ങനെ നടക്കും. അവസാനം 8-ാം മാസം അനിയത്തി പ്രസവിക്കാറാകുമ്പോൾ ഞാൻ പ്രസവത്തിന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആത്മദേവന്റെ അടുത്ത് യാത്ര പറഞ്ഞ് വീട്ടിൽ ചെല്ലും. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ കുട്ടിയെ അനിയത്തി പ്രസവിച്ച കുട്ടിയെ ഈ ദുന്ദുലിക്ക് കൊടുക്കും. അങ്ങനെ ദുന്ദുലി നേരെ കുട്ടിയുമായിട്ട് മാസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തും. ഈ സമയത്ത് ഇവിടെ എന്ത് പറ്റുന്നു, പശു ഒരു കുട്ടിയെ പ്രസവിച്ചു, പക്ഷെ അതൊരു മനുഷ്യക്കുട്ടിയായിരുന്നു. കുട്ടിക്ക് ചെവി മാത്രം പശുവിനെ പോലെ നീണ്ട ചെവി, ബാക്കിയെല്ലാം അതിസുന്ദരനായ ഒരു യുവാവ്. അങ്ങനെ ആത്മദേവൻ താൻ ഒരു കുട്ടിയെ പ്രതീക്ഷിച്ചപ്പോൾ 2 കുട്ടികളെ എനിക്ക് കിട്ടിയല്ലോ, നന്നായി, ഭഗവാനെ നന്ദി രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ 2 കുട്ടികളെയും ഗുരുകുലത്തിൽ പറഞ്ഞു വിടും. അന്ന് ഗുരുകുലത്തിലാണ് വിദ്യ. അപ്പോ അവിടെ ചെന്ന് വിടുമ്പോഴേക്കും ഈ ദുന്ദുലിയുടെ അനിയത്തിയുടെ മകൻ സ്വന്തം മകനായിട്ട് കണ്ട ആ കുട്ടി ഗുരുകുലത്തില് ഭയങ്കര എന്താ പറയാ പ്രശ്നങ്ങളും പിടി മറ്റു കുട്ടികളെ ഉപദ്രവിക്കല്, ഗുരുവിന് തന്നെ സമാധാനം ഇല്ലാത്ത രീതിയിലൊക്കെ ആയി. അപ്പൊ ഗുരു ആത്മദേവനെ വിളിച്ചിട്ട് പറയും, ഈ കുട്ടി ഇവിടെ പറ്റില്ല, കൊണ്ടുപോയിക്കോളാൻ പറയും. അങ്ങനെ ഗോകർണൻ, പശുവിന്റെ ചെവിയോടുകൂടി ജനിച്ച കുട്ടിക്ക് ഗോകർണൻ എന്ന് പേരിട്ടു. ദുന്ദുലിയുടെ അനിയത്തിയുടെ പുത്രൻ, അത് സ്വന്തം പുത്രനാണ് ധരിച്ച് ദുന്ദുകാരി എന്നും പേര്. അങ്ങനെ എന്ത് പറ്റും, ഈ കുട്ടിയെ ദുന്ദുലിയുടെ പുത്രനായ ദുന്ദുകാരി ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ട് എല്ലാ തരത്തിലുള്ള കള്ളങ്ങള്, കപടങ്ങള്, സ്വർണ്ണ മോഷണങ്ങള്, ഇങ്ങനെ പലതും ചെയ്ത് പല പല വൃത്തികേടുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. മദ്യപാനം തുടങ്ങി. പിന്നെന്താണ്, എല്ലാ തരത്തിലും നശിച്ചു. മറ്റേ ഗോകർണൻ ഗുരുകുലത്തിൽ വിദ്യയൊക്കെ അഭ്യസിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അച്ഛനോടും അമ്മയോടും ഈ ദുന്ദുകാരി വളരെ മോശമായിട്ട്, അച്ഛനെയും അമ്മയെയും വളരെ പുച്ഛം, വളരെ എന്താ പറയാ ഒരു വിലയുമില്ല, ഉപദ്രവിക്കല്, ഇങ്ങനെയൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ദേവന്റെ അടുത്ത് പറയും, അച്ഛൻ എന്തായാലും വാനപ്രസ്ഥ സ്റ്റേജിലേക്ക് പോകാറായല്ലോ, അച്ഛൻ കാട്ടിലേക്ക് പൊയ്ക്കോളൂ, അമ്മയും കൂടെ വേണമെങ്കിൽ കൂട്ടിക്കോളൂ, എന്തായാലും നമ്മുടെ അനുജൻ ഇങ്ങനെ നമ്മളൊന്നും പറഞ്ഞ് കേൾക്കില്ല എന്ന് പറയും. എന്നിട്ട് ഞാനിതാ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഗോകർണൻ തീർത്ഥയാത്രയ്ക്ക് പോകും. അങ്ങനെ അച്ഛന് ഈ ഇദ്ദേഹത്തിന്റെ മർദ്ദനമൊക്കെ സഹിക്കാൻ വയ്യാതെ, ദുന്ദുകാരിയുടെ മർദ്ദനം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം കാട്ടിലേക്ക് പോകും. ദുന്ദുലിയെ വിളിക്കുമ്പോൾ ദുന്ദുലി പോകില്ല. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഇദ്ദേഹം കുറെ ഒരു 3-4-5 വേശ്യ സ്ത്രീകളെ വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് വേണ്ടിയുള്ള ആഹാരം പാചകം എല്ലാം ഈ ദുന്ദുലിയെ കൊണ്ട് ചെയ്യിക്കും. അതെല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെ പിന്നെ മർദ്ദനം അടിയൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ
ദുന്ദുലി ആത്മഹത്യ ചെയ്യും, കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ഈ വന്നു കയറിയ വേശ്യ സ്ത്രീകളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഈ ദുന്ദുകാരി എന്ത് ചെയ്യും? മോഷണം ഒക്കെ നടത്തി അവസാനം അടുത്തുള്ള വീടുകളൊക്കെ മോഷണം നടത്തി തീർന്നു. പിന്നെ കൊട്ടാരത്തിൽ വന്ന് മോഷണം നടത്തും. അപ്പൊ രാജാവ് ഉത്തരവിടും ഈ കൊട്ടാരത്തിൽ കയറി മോഷ്ടിച്ച ആളിനെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടണമെന്ന്. അപ്പോൾ ഈ കാര്യമെല്ലാം ഈ വേശ്യ സ്ത്രീകൾ അറിയും. അപ്പൊ അവര് ചിന്തിക്കും, ഇങ്ങേരെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങേര് പറയും ഈ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മോഷണം നടത്തിയതെന്ന് പറയും. അപ്പൊ ഞങ്ങളെയും പിടിച്ച് തൂക്കി കൊല്ലും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളെ മദ്യം കൊടുത്ത് മയക്കി കിടത്തിയിട്ട് കൊല്ലാം. എന്നിട്ട് ഈ പണവും ആഭരണവും എല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാമെന്ന് പറയും. അങ്ങനെ ഈ സ്ത്രീകൾ എല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ മദ്യം കൊടുത്ത് മയക്കി കിടത്തിയിട്ട് കത്തി ജ്വലിക്കുന്ന കനൽക്കട്ടകൾ, തീക്കട്ടകൾ കൊണ്ട് തട്ടിക്കൊടുക്കും. അങ്ങനെ ഇയാളെ പിടച്ച് ഈ ദുന്ദുകാരിയും മരിക്കും. അപ്പോ എന്നിട്ട് ആ സ്ത്രീകൾ ഈ സ്വർണവും പണവും എല്ലാം ഡിവൈഡ് ചെയ്ത് അവരെ കൊണ്ടുപോകും. അങ്ങനെ ഈ രണ്ടാത്മാക്കളും പ്രേതരൂപികളായിട്ട് അവിടെ ആ നാട്ടിൽ ചുറ്റിലുള്ള ആൾക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റാതെയായി. ഭീകരമായ ശബ്ദങ്ങള്, പേടിപ്പെടുത്തുന്ന രൂപങ്ങള് ഇതെല്ലാം കണ്ട് മന്ത്രവാദികളെ വിളിച്ചു കൊണ്ടുവന്ന് പൂജയും പിന്നെ എന്താ പറയാ വലിയ ഹോമകുണ്ടമൊക്കെ ഒരുക്കി ഭയങ്കരമായിട്ടുള്ള മന്ത്രവാദമൊക്കെ നടത്തി. പക്ഷെ മന്ത്രവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ചാടി വന്ന് ഇവരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ച് അങ്ങനെ ആൾക്കാർക്ക് പിന്നെ അവിടെ ജീവിക്കാൻ വയ്യാതെ അപ്പെല്ലാം വീടുകളൊക്കെ വിറ്റ് അല്ലെങ്കിൽ സ്ഥലമൊക്കെ മാറി പല സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര് വരുന്നത്? ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും നാട്ടുകാർ പറയും, നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ കാട്ടിപ്പോയി, അമ്മയും സഹോദരനും പ്രേതാത്മാക്കളായിട്ട് അലഞ്ഞു നടക്കുകയാണെന്ന് പറയും. ഞാൻ ഉടൻ തന്നെ നേരെ ഗയയിൽ പോയിട്ട് ഗയാശ്രാദ്ധം നടത്തും. ഭഗവാൻ വിഷ്ണുവിന് അവിടെ ശ്രാദ്ധമൊക്കെ നടത്തും. വിഷ്ണുവിന് ഇവരുടെ പേരിൽ ശ്രാദ്ധം നടത്തി പൂജകളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്ന് അവരുടെ വീടിലെല്ലാം ക്ലീൻ ചെയ്ത് ചാണകമെല്ലാം മെഴുകി ഭഗവാന്റെ പടമെല്ലാം വെച്ച് ഒരു വിളക്കെല്ലാം കത്തിച്ചിട്ട് ഭഗവാൻ ഒരു മാലയൊക്കെ ചാർത്തി അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ നാമം എല്ലാം ജപിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് ആഹാരം ഉണ്ടാക്കി ഭഗവാൻ നിവേദിച്ചിട്ട് കിടക്കാറാകുമ്പോൾ പുറത്ത് രണ്ട് ശബ്ദം കേൾക്കും. അങ്ങനെ അദ്ദേഹം ജനലിലൂടെ നോക്കുമ്പോൾ രണ്ട് ഭീകര രൂപികൾ നിൽക്കുന്നു. അപ്പൊ ആരാ നിങ്ങൾ, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ജ്യേഷ്ഠനായ ദുന്ദുകാരി, ഈ നിൽക്കുന്നത് നിന്റെ അമ്മയായ ദുന്ദുലിയാണ്. അപ്പം പറയും, ഞാനിങ്ങനെ ഗയാശ്രാദ്ധമെല്ലാം ചെയ്തല്ലോ, പക്ഷെ ഞങ്ങൾക്കൊന്നും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയും. ഞങ്ങൾ എവിടെ പോകാൻ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം കിടന്നു ഉറങ്ങാൻ ശ്രമിക്കും. ഉറക്കം വരില്ല. എങ്ങനെയോ ഒന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് പുഴയിൽ കുളിച്ചിട്ട് സൂര്യദേവനെ നോക്കി പ്രാർത്ഥിക്കും. ഭഗവാനെ, സൂര്യനാരായണ ഭഗവാനെ, എൻ്റെ അമ്മയ്ക്ക് സഹോദരനെ മോക്ഷപ്രാപ്തി കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് സൂര്യദേവൻ വന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് തോന്നും, എത്രയും വേഗം ഭാഗവത സപ്താഹം നടത്തണം. അങ്ങനെ അദ്ദേഹം ലോകരേഖ വിളിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഭാഗവത സപ്താഹം നടത്തും. അങ്ങനെ ഭാഗവത സപ്താഹത്തിന്റെ ഒന്നാം ദിവസം അതിൽ വന്ന് അവിടെ നാട്ടിയ മുളകളിൽ ഒരു മുളയിലാണ് ഈ രണ്ട് ആത്മാക്കളും പ്രേതരൂപികളായിട്ട് കടന്നു കയറിയിരുന്നത്. അങ്ങനെ ഒന്നാമത്തെ ദിവസം ഒരു മുള പൊട്ടി, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ മുളയുടെ ഇത് മുട്ടി, അങ്ങനെ 7 ദിവസം കൊണ്ട് ഇവര് പ്രേതരൂപം മാറി ഇവര് വളരെ ദിവ്യാത്മാക്കളായിട്ട് ആകാശത്തേക്ക് ഉയർന്നു. അപ്പൊ ഇത് കണ്ടപ്പോ അവിടെ ഉള്ളവരൊക്കെ അതിശയിച്ചു പോയി. കാരണം എല്ലാവരും ലൈവായിട്ട് നേരിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതെങ്ങനെ നടന്നു, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഗോകർണം പറയും, ഇതാണ് ഇങ്ങനെ. അപ്പം ചോദിക്കും, എന്നാൽ ഞങ്ങൾക്കൊന്നും ഇതുപോലെ മോശം കിട്ടില്ല. അത് നിങ്ങൾക്ക് അത് മോശം കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കണം. അവർക്കെന്ന് പറഞ്ഞാൽ വേറെ ഒരു ചിന്തയും ഇല്ല. അവർക്ക് ഈ ഭീകരമായ ദുരിതപൂർണമായ പ്രേത ശരീരത്തിൽ നിന്നും എത്രയും വേഗം അവർക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് രാവിലെ 10 മണിക്ക് കാപ്പി, എന്താ പറയാ, ഉച്ചയ്ക്ക് ചായ, പിന്നെ ഉച്ചയ്ക്ക് സദ്യ, വൈകുന്നേരം ചായ, ഈ കാപ്പി, വട, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോട് കൂടിയാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ആ മോക്ഷമാർഗത്തിലേക്ക് ഉയരാൻ പറ്റാത്തത്, സദ്ഗതി കിട്ടാത്തതെന്ന് പറയും. ശരി, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഇതൊന്നും നടത്തുമോ എന്ന് ചോദിക്കും. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗോകർണൻ വീണ്ടും സപ്താഹം നടത്തും. ആ സമയത്ത് ഇവരാരും തന്റെ ശാരീരികമായിട്ടുള്ള ഒരു കാര്യത്തിലും മുഴുകാതെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആ കഥയിൽ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അവരെല്ലാം എന്ത് കിട്ടി? മോക്ഷം കിട്ടി തിരിച്ചു പോയി. അപ്പം
അതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. മോക്ഷപ്രാപ്തി തരാൻ ഭാഗവതം മാത്രമേ ഉള്ളൂ. അപ്പം വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ വേണം ഭാഗവതം കേൾക്കാൻ. ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് സംസാര സാഗരമാണ്, ഒരു കടലാണ്. സംസാരമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന കടലാണ്. ആ കടലിൽ നമുക്കറിയാം, സാധാരണ ഒരു നീന്തൽ പഠിച്ച ഒരാൾക്ക് പോലും പുഴയിലൊക്കെ നീന്താമെന്നാൽ കടലിൽ ചെന്ന് നീന്താൻ പറ്റില്ല, അത്ര പാടാണ്. അത്രമാത്രം തിരമാലകളും ചുഴികളൊക്കെ ഉണ്ട്. പിന്നെ വൻ തിരമാലകൾ, കൂറ്റൻ സ്രാവുകൾ, വലിയ ചുഴികളൊക്കെ ഈ കടലിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കടലിൽ എന്താ പറയാ വലുതാണ് ഈ സംസാര സാഗരം. അപ്പം ഇതിൽ നിന്നും നമ്മൾ എങ്ങനെയും ഈ സംസാരത്തിനകത്ത് നിന്ന് ഏത് വിധേനയും നമ്മളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടെ വേണം പാരായണം ചെയ്യാൻ. അപ്പോൾ ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം ഭാഗവതത്തിൽ ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ വിഭൂതികൾ നിറഞ്ഞവൻ എന്നുള്ളതാണ്. 6 ഐശ്വര്യമുള്ളവനാണ് ഭഗവാൻ. ഏറ്റവും കൂടുതൽ ശക്തിമാൻ, ഏറ്റവും കൂടുതൽ ബുദ്ധിമാൻ, ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവൻ, ഏറ്റവും കൂടുതൽ വൈരാഗ്യം എന്ന് പറയുമ്പോൾ ആരോടെങ്കിലുള്ള ദേഷ്യമല്ല ഉദ്ദേശിക്കുന്നത്, ഡിറ്റാച്ച്മെന്റ്, ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തി ഇല്ലായ്മ. പിന്നെന്താണ്? ധനവാൻ, ഏറ്റവും കൂടുതൽ ധനമുള്ള ആള്, ഏറ്റവും കൂടുതൽ യശസ്സുള്ള, അങ്ങനെ 6 തരം ഐശ്വര്യങ്ങൾ നിറഞ്ഞതാണ് ഭഗവാൻ. അപ്പോൾ നമുക്ക് അതിൽ ശക്തിമാൻ, നമുക്കറിയാം ഗോവർദ്ധന പർവ്വതം, ഭഗവാൻ വെറും 7 വയസ്സുള്ളപ്പോൾ ചെറുവിരലിൽ ഒരു പർവ്വതം, ഇന്നും നമുക്ക് വൃന്ദാവനത്തിൽ പോയാൽ ഈ ഗോവർദ്ധനം കാണാൻ എത്രയോ കിലോമീറ്റർ നീളമുള്ളതാണ് ഗോവർദ്ധനം. ആ പർവ്വതത്തെ 7 ദിവസം ഭഗവാൻ തന്റെ ചെറുവിരലിൽ നിർത്തി. അതുപോലെ കംസന്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് കുവലയ പീഠം എന്ന് പറയുന്ന ആനയെ കൊണ്ട് ഭഗവാനെ കുത്തി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ അതിന്റെ തുമ്പിക്കയിൽ പിടിച്ച് തൂക്കി കറക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സാധാരണ ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അത്രമാത്രം ശക്തിമാനാണ് ഭഗവാൻ. അടുത്ത ബുദ്ധിമാൻ, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളാണ് ഭഗവാൻ. ഈ വേദങ്ങൾ തന്നെ ആരാണ് ബ്രഹ്മാവിന് ഉപദേശിക്കുന്നത്? വേദങ്ങൾ ഉപദേശിക്കുന്നത് ഭഗവാനാണ് ബ്രഹ്മദേവന് ഈ പറയുന്ന വേദങ്ങളെല്ലാം പകർന്നു കൊടുത്തത്. കൂടാണ്ട് ഭഗവത്ഗീത, ലോകത്തിലെ ഏറ്റവും വലിയ തത്വസംഹിത, ഏറ്റവും വലിയ ജ്ഞാനഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നതും ഭഗവാനാണ്. പിന്നെ സുന്ദരൻ, ഭഗവാനെ പോലെ സുന്ദരനായിട്ട് ലോകത്ത് ആരുമില്ല. കന്ദർപ്പ കോടി കമനീയ വിശേഷ രൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി എന്ന് ബ്രഹ്മസംഹിതയിലെ ബ്രഹ്മദേവൻ പറയുന്നുണ്ട്. അപ്പോ സൗന്ദര്യോത്തര തോപി സുന്ദരതരം എന്ന് മേൽപ്പത്തൂർ ഭഗവാനെ കുറിച്ച് നാരായണീയത്തിൽ വർണ്ണിക്കുന്നുണ്ട്. സൗന്ദര്യവും ലാവണ്യവും ഒക്കെ ഒത്തുചേർന്നവനാണ് ഭഗവാൻ. അപ്പോ അത്രമാത്രം സുന്ദരനാണ് ഭഗവാന്റെ സൗന്ദര്യം കണ്ടാൽ നമ്മൾ അങ്ങനെ നോക്കി നിന്നുപോകും. സർവ ആകർഷകനാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ സർവ ആകർഷകൻ എന്നാണ്. പിന്നെ അടുത്തത് എന്താണ്? ധനവാൻ എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിയെല്ലാം നമുക്കിപ്പോ 2 സെന്റോ അല്ലെങ്കിൽ 5 സെന്റോ 10 സെന്റോ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ഞാൻ എന്തൊക്കെയാണ്, എനിക്ക് 10 സെന്റ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഒരു വീടുണ്ടെന്നൊക്കെ ഉള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്നത് ഈ ഭൂമി മാത്രമല്ല, ഈ എന്താ പറയാ, ഈ സൗരയുധം മാത്രമല്ല, ഈ ഭൗതിക ലോകം മാത്രമല്ല, ഈ മൊത്തം സൃഷ്ടി എന്ന് പറഞ്ഞാൽ മൊത്തം ഭഗവാന്റെ സൃഷ്ടിയിൽ 4ൽ 3 ആധ്യാത്മിക ലോകങ്ങളാണ്. അതിന്റെ 4ൽ 1 മാത്രമേ ഈ ഭൗതിക ലോകമാകുന്നുള്ളൂ. അപ്പൊ ഈ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത്രയും സൃഷ്ടികളുടെ അധിപനാണ് ഭഗവാൻ. പിന്നെന്താണ്? അത് കൂടാണ്ട് ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് ഭഗവാൻ. പണത്തിന്റെ ദേവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐശ്വര്യങ്ങളുടെ ദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. ആ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് കൂടിയാണ് ഭഗവാൻ. പിന്നെ വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഡിറ്റാച്ച്മെന്റ്, ഇതിനോടും അമിതമായ ഒരു ആസക്തി ഇല്ലായ്മ. നമുക്കറിയാം വൃന്ദാവനത്തില് ഭഗവാൻ എത്രയോ 10 വയസ്സ് വരെ വൃന്ദാവനത്തില് അദ്ദേഹം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ, വളരെ എന്താ പറയാ, ഓടിച്ചാടി എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്ത് എല്ലാവരെയും എന്താ പറയാ ആനന്ദത്തില് ആറാടിച്ച ആളെന്ന്. പക്ഷെ അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്ന് 10 വയസ്സിന് ശേഷം കംസന്റെ കൊട്ടാരത്തിലേക്ക്, മധുരയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ദ്വാരകയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകുന്നേയില്ല.
അതൊരു ഒരു 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 ഇനി തന്നെ അവസാനം ഭഗവാന്റെ അവസാനം അവതാര ഉദ്ദേശം പൂർത്തിയാക്കി തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് എന്താ പറയാ തന്റെ മക്കളെല്ലാം തമ്മിൽ തല്ലി മരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ ആ സമയത്ത് ഭഗവാൻ ഇതെല്ലാം കണ്ട് നോക്കി നിന്നതേ ഉള്ളൂ. ഭഗവാൻ ഒന്നിനോട് അവരോട് മക്കളാണ്, അവരെയൊക്കെ രക്ഷിക്കണം, അവരെയൊക്കെ മാറ്റി നിർത്തണം, അവരെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിന് ഇല്ല. കാരണം മക്കളെല്ലാം ആ സമയത്ത് അവരെല്ലാം ഈ പറഞ്ഞ മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആയിട്ട് അവര് മാറിപ്പോയി. അപ്പം ഭഗവാൻ തന്നെ പറഞ്ഞു, എന്റെ മക്കള് ഈ ഭൂമിക്ക് ഭാരമാകാൻ പാടില്ല, അതുകൊണ്ട് അവര് അടിച്ച് തമ്മിൽ തന്നെ നശിക്കട്ടെ എന്ന് ഭഗവാൻ ചിന്തിച്ചു. അപ്പൊ അത്രയും ഡിറ്റാച്ച്മെന്റ് ഒന്നും നമുക്കൊക്കെ അറിയാം. അല്ല, നമ്മുടെ ഭാര്യ, മക്കള്, ബന്ധുജനങ്ങളോടൊക്കെ നമുക്ക് എന്തോ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ വന്നപ്പോൾ ഒറ്റയ്ക്കാണ്, തിരിച്ചു പോകുമ്പോഴും ഒറ്റയ്ക്കാണ്. പക്ഷേ നമ്മൾ ഈ കുറച്ചു കാലം എന്താ പറയാ, ഒരു 70-80 വർഷങ്ങൾ മാത്രം കാണുന്ന നമ്മുടെ ബന്ധുജനങ്ങളോട് നമുക്ക് വല്ലാത്ത അറ്റാച്ച്മെന്റ് നമുക്കുള്ളത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് ആരോടും അമിതമായിട്ടുള്ള ആസക്തിയുമില്ല, എന്താ പറയാ, വിരക്തിയും. അതാണ് ഭഗവാൻ. അപ്പൊ ആ ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ള ആളും ഭഗവാനാണ്. പിന്നെന്താണ്? യശസ്സുള്ള, ആറാമത്തത് യശസ്സാണ്. ഏറ്റവും കൂടുതൽ ലോക പ്രശസ്തനാണ് നമ്മുടെ ഭഗവാൻ. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയാത്ത ആരുമില്ല. ഇന്ന് പ്രഭുപാദിന്റെ പ്രയത്ന ഫലത്താൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശത്തിന്റെ ആ ഫലമായിട്ട് ഇന്ന് ഭാരതഭൂമിയും ലോകം മുഴുവനും ഇന്ന് കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കുന്നു. എല്ലായിടത്തും എന്താ പറയാ, രഥയാത്രകൾ നടത്തുന്നു, എല്ലായിടത്തിലും ജന്മാഷ്ടമി നടത്തുന്നു. ഗുരുകുലങ്ങള്, ഗോശാലകള്, അമ്പലങ്ങള്, ആശ്രമങ്ങള്, ഇങ്ങനെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, രഥയാത്രകള് ഒക്കെ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് മുഴുവൻ ഭഗവാൻ അറിയപ്പെടുന്നു. ഈ എല്ലാ പ്രപഞ്ചം മുഴുവൻ, നമ്മുടെ ഈ ഭൂമി മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ ദേവീ ദേവന്മാർക്കും, യക്ഷ-കിന്നര ഗന്ധർവന്മാർക്ക് വരെ ഭഗവാനെ ആരാധിക്കുന്നു, ഭഗവാനെ സേവിക്കുന്നു. അപ്പോ അങ്ങനെയുള്ള ആളാണ് എന്താ പറയുന്ന ഭഗവാൻ. അപ്പോ ഇനി ഈ പറയുന്ന ഭാഗവതം, ഭഗവാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗവതം രചിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോ അത് ഇങ്ങനെയാണ്. ശരിക്കും 17 പുരാണങ്ങളും രചിച്ചിട്ടും, അല്ലെങ്കിൽ 4 വേദങ്ങൾ, വേദത്തെ 4ആയിട്ട് വിഭജിച്ചിട്ടും, ഈ 17 പുരാണങ്ങൾ രചിച്ചിട്ടും, കൂടാതെ പഞ്ചമവേദം എന്ന് അറിയപ്പെടുന്ന മഹാഭാരതം രചിച്ചിട്ടും വ്യാസദേവന് സന്തോഷമേ ഉണ്ടായില്ല, ഒരു തൃപ്തിയും ഉണ്ടായില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദമുനിയെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ധ്യാനിക്കും. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അത്രയും ഞാൻ ചെയ്തിട്ടും എനിക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. അപ്പോൾ നാരദമുനി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനാവും. വ്യാസനോട് പറയും, ഈ ഭഗവാനെ കുറിച്ചെന്ന പേരില് എഴുതി തുടങ്ങിയതാണ് മഹാഭാരതം. പക്ഷെ മറ്റു രാജാക്കന്മാരുടെ ചരിത്രങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിത കഥകളൊക്കെയാണ് നീ മഹാഭാരതത്തിൽ എഴുതിയത്. അതുപോലെ 17 പുരാണങ്ങളിലും യഥാർത്ഥത്തിൽ ആ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണഗണങ്ങൾ നീ എന്താ പറയാ എഴുതിയില്ല. അപ്പൊ അതിനുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾക്ക് ചരിത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗ്രന്ഥം നീ രചിച്ചാൽ നിനക്ക് പൂർണ്ണമായിട്ടും സംതൃപ്തിയും സമാധാനവും സന്തോഷവും കിട്ടും എന്ന് പറയും. അങ്ങനെ എന്താ പറയാ, അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്ത് ചെന്നിട്ട്, ബദരികാശ്രമം ആ ഭാഗത്താണ് ഈ സരസ്വതി നദിയുടെ ഉത്ഭവം. അപ്പോൾ സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ കുറച്ച് ഭാഗം നമുക്ക് സരസ്വതി നദി ഒഴുകുന്നത് ഉത്ഭവം ഭാഗത്ത് കുറച്ച് കാണാൻ പറ്റും, പിന്നെ നമുക്ക് അതിനെ കാണാനേ പറ്റില്ല. ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന നദിയാണ് സരസ്വതി. അത് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ആ സ്ഥലത്തിന്റെ ഒരു പേരുണ്ട്, സംയപ്രാസം എന്നാണ് ആ വ്യാസദേവന്റെ ആശ്രമം ഉണ്ടായിരുന്ന സ്ഥലം.
ഇപ്പോഴും നമുക്ക് അവിടെ വ്യാസഗുഹയും വ്യാസ ആശ്രമം ഒക്കെ പോയാൽ കാണാം. സരസ്വതി നദിയുടെ തീരത്ത് ബദരികാശ്രമം, അവിടെയാണ് ഈ സ്ഥലം. അവിടെ ആ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം ശ്രീമദ് ഭാഗവതം രചിച്ചു. അതോടെ വ്യാസദേവന് മനസ്സന്തോഷം ലഭിച്ചു. അദ്ദേഹം അത് തൻ്റെ ശിഷ്യർക്ക് പകർന്നു നൽകി. പുത്രനും ശിഷ്യനുമായ ശുകദേവ ഗോസ്വാമിയിലൂടെ പരീക്ഷത്തിന് ഈ ഭാഗവതം ശുകദേവ ഗോസ്വാമി ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ലോകർക്ക് ഈ ഭാഗവതം ലഭിച്ചു. അപ്പോ ഇനി ശുകദേവ ഗോസ്വാമി ആരാണെന്ന് ചോദിച്ചാല് വ്യാസദേവന്റെ പുത്രനാണ്. അപ്പോ അദ്ദേഹം ശരിക്കും ഗോലോക വൃന്ദാവനത്തില് ഭഗവാൻ കൃഷ്ണനോടൊപ്പം കഴിഞ്ഞിരുന്ന ഒരു തത്തയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സരിത എന്നാണ്. അപ്പം ഒരിക്കൽ അദ്ദേഹം ഈ ഭൗതിക ലോകത്തേക്ക് വന്നപ്പോഴേക്കും ഇവിടെ വന്നപ്പോഴാണ് ഭഗവാന്റെ ആ സാന്നിധ്യമില്ലായ്മ കൊണ്ട്, ഭഗവാന്റെ എന്താ പറയാ നാമജപവും ഭഗവാനെ കുറിച്ചുള്ള കീർത്തനങ്ങളോ ഇതൊന്നും ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെ അസംതൃപ്തനായിട്ട് ഈ തത്വ ഭഗവാനെ കുറിച്ച് കേൾക്കാനായിട്ട് ഇങ്ങനെ എവിടെ പോയാൽ കിട്ടും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പാർവതിയും മഹാദേവനും തമ്മില് ഒരു ചെറിയ ചോദ്യോത്തരം. അപ്പോ പാർവതി ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ധ്യാനിക്കുന്നത്? അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? അങ്ങ് എന്താണ് എപ്പോഴും മന്ത്രം ചൊല്ലുന്നത്? അത് ആരുടെ മന്ത്രമാണ്? പിന്നെ എന്തിനാണ് അങ്ങ് ഈ കഴുത്തിൽ ഇങ്ങനെ തലയോട്ടി മാലയെല്ലാം ധരിക്കുന്നത് എന്നൊക്കെ പാർവതി ദേവി മഹാദേവന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോ മഹാദേവൻ പറയും, ഈ ചോദ്യം ചോദിക്കാൻ നിനക്ക് 7 ജന്മം എടുക്കേണ്ടി വന്നു. ഞാൻ ധ്യാനിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. ഞാൻ ജപിക്കുന്നത് ശ്രീരാമമന്ത്രമാണ്. പിന്നെ നീ ചോദിച്ച തലയോട്ടികൾ, ഈ തലയോട്ടികള് നിന്റെ തന്നെ മുൻ ജന്മങ്ങളിൽ എന്നെ ഭർത്താവായി ലഭിക്കാൻ അതിനു വേണ്ടി നീ കഠിന തപസ് അനുഷ്ഠിച്ച് ആ ജന്മങ്ങളിലൊന്നും നിനക്ക് എന്നെ ഭർത്താവായിട്ട് ലഭിക്കാതെ മരിച്ചു പോയപ്പോൾ ആ തലയോട്ടികളെ ഞാൻ ഓർത്ത് അതിനെ കോർത്ത് മാലയാക്കി കഴുത്തിൽ ധരിച്ചിരിക്കുന്നതാണ്. ഇനി ഞാനിത് മാറ്റണോ? അപ്പോ പാർവതിദേവി അതിശയിച്ചു. ഞാൻ 7 ജന്മങ്ങളിൽ മരിച്ച എൻ്റെ തലയോട്ടി എന്നോടുള്ള സ്നേഹം കാരണം ഇപ്പോഴും പൊരുത്ത് മാലയാക്കിയിട്ടുകൊണ്ട് കഴുത്തിലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് എന്തുമാത്രം സ്നേഹമാണ് എൻ്റെ ഭർത്താവിനെ. അപ്പം അതുപോലെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെയാണ് അദ്ദേഹം ധ്യാനിക്കുന്നത്. അപ്പോ പാർവതിദേവിക്ക് ഒരു സംശയം, എന്തുകൊണ്ട് അങ്ങ് ഞാൻ ഈ 7 ജന്മം മരിച്ചല്ലോ, പക്ഷെ അങ്ങ് മരിച്ചില്ലല്ലോ, അതെന്തുകൊണ്ട് എന്ന് ചോദിക്കും. അപ്പോ ഭഗവാൻ പറയും, നാമജപത്താൽ, ഭഗവാന്റെ നാമജപത്താൽ, ഭഗവാന്റെ സ്മരണ കൊണ്ട്, ഭഗവാന്റെ കുറിച്ചുള്ള ഈ ദിവ്യ കഥകളെല്ലാം വായിക്കുന്നത് കൊണ്ട് എനിക്ക് അമരത്വം ലഭിച്ചു. എനിക്ക് മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാൻ പറ്റി. അപ്പോൾ പാർവതിദേവി പറയും, അത്രമാത്രം പവിത്രവും അത്രമാത്രം മോക്ഷദായകവുമായ ആ ഭാഗവതം എനിക്ക് കൂടി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം. ഇത് ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം തരുന്നതാണ്, പരിശുദ്ധമായിട്ടുള്ള ഭഗവത് ഭക്തിയും പ്രദാനം ചെയ്യുന്നതാണ്, പിന്നെ മോക്ഷം തരുന്നതാണ്. പക്ഷെ നീ അതിനർഹയാണ്. പക്ഷെ ഇവിടെ ആരെയും അർഹരായിട്ട് കാണുന്നത്. അതുകൊണ്ട് നീ മാത്രം വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം. ഞാനിതാ പറയാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് നമ്മുടെ ശുകം തത്ത ഇങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആർത്തിയോടുകൂടി ഇങ്ങനെ പറന്നു വരുന്നതും മഹാദേവൻ ഇങ്ങനെ ഭാഗവതം പറയാൻ തുടങ്ങാൻ പോകുന്നതും. അപ്പോൾ മഹാദേവൻ പറഞ്ഞ ആ വാക്കുകൾ ആ തത്ത കേട്ടു. അപ്പം ഇവിടെ ഇരുന്നാൽ ഭഗവാനെ കുറിച്ച് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ തത്ത എന്താ പറയാ, അതിൻ്റെ അടുത്തുള്ള ഒരു ചെടിയുടെ ഇടയിൽ ഒളിച്ചിരുന്ന് കേട്ടു. അങ്ങനെ മഹാദേവൻ കഥ പറയാൻ തുടങ്ങി. കഥ പറഞ്ഞ് കഥ കേട്ട് പാർവതി ദേവി ഒന്നും മയങ്ങിപ്പോയി. പക്ഷേ ഇത് ആര് കാണുന്നു? തത്ത കാണുന്നുണ്ട്. അപ്പൊ തത്ത വിചാരിക്കും, ഇപ്പോ പാർവതി ദേവി
മയങ്ങിയ സ്ഥിതിക്ക് മഹാദേവൻ കഥ പറയുന്നത് നിർത്തിക്കളയുമോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ടായി, ആ തത്തയ്ക്കുണ്ടായി. അപ്പൊ അതുകൊണ്ട് മഹാദേവൻ പറയുന്ന കഥയെ മൂളി കേൾക്കാൻ വേണ്ടി തത്ത മൂളാൻ തുടങ്ങി. അതുവരെ പാർവതി ആ ആ ആ ആ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ആ സൗണ്ട് പാർവതി ദേവി ഉറക്കമായതോട് നിന്നു. അപ്പം ഇനി കഥ പറഞ്ഞില്ലെങ്കിലോ എന്ന് പേടിച്ച് തത്ത മൂളാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് ഭാഗവതം എല്ലാം ഏകദേശം പൂർത്തിയാവാറായി, കഥ തീരാറായപ്പോഴേക്കും നോക്കിയപ്പോൾ മഹാദേവൻ നോക്കിയപ്പോൾ കഥ കേട്ടുകൊണ്ട് ഇരുന്ന പാർവതി ദേവി കിടക്കണം, ഉറങ്ങിപ്പോയി, നല്ല ഉറക്കം. ഇത് ആരാവണെ ഈ മൂളിക്കൊണ്ടിരുന്നത് ഇത്ര നേരം എന്ന് മഹാദേവൻ സംശയം വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ചെടികൾക്കിടയിൽ ഒരു പച്ച തത്ത ഇരിക്കുന്നു. ഈ തത്തയാണല്ലോ എന്നെ പറ്റിച്ചുകൊണ്ട് ഈ കഥയെല്ലാം കേട്ടുകൊണ്ടിരുന്നത് എന്ന് മഹാദേവൻ മനസ്സിലാക്കി. മഹാദേവൻ പെട്ടെന്ന് ദേഷ്യം വന്നു. അങ്ങനെ കോപിഷ്ഠനായ മഹാദേവൻ തന്നെ പറ്റിച്ച തത്തയെ കൊല്ലാനായിട്ട് ശൂലവുമായിട്ട് നേരെ എണീറ്റതും തത്തയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, തന്നെ കൊന്നുകളയും മനസ്സിലാക്കി. തത്ത പറക്കാൻ തുടങ്ങി. മഹാദേവൻ ആ തത്തയുടെ പുറകെ വെച്ച് പിടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? വ്യാസ ആശ്രമത്തില് വ്യാസദേവിയുടെ പത്നി അവിടെ ഇരിക്കുകയായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് തുറന്ന സമയത്ത് ഈ തത്ത നേരെ വന്നിട്ട് വ്യാസദേവന്റെ പത്നിയുടെ വയറ്റിലേക്ക് കടന്നു. ഇതിന്റെ പുറകെ ആരത്തും മഹാദേവൻ വന്ന് കയറി. മഹാദേവൻ പറയും, ഇങ്ങോട്ടൊരു തത്ത വന്നായിരുന്നല്ലോ. അപ്പൊ വ്യാസദേവൻ പറയും, അത് തന്നെ എന്റെ പത്നിയുടെ വയറ്റിലേക്ക് കയറിപ്പോയി. അപ്പോ മഹാദേവൻ പറയും, ഇത് എന്നെ പറ്റിച്ച തത്തയാണ്, എനിക്ക് അതിനെ കൊല്ലണം, അതിനെ ഇങ്ങോട്ട് പുറത്താക്കാനുള്ള വകുപ്പ് ചെയ്യണമെന്നൊക്കെ. അപ്പൊ വ്യാസദേവൻ പറയും, അങ്ങല്ലേ പറഞ്ഞത് മഹാഭാഗവതം കേൾക്കുന്നവർക്ക് മരണമില്ല, അവർക്ക് മോക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തന്നെ അത് കേട്ട തത്തയെ കൊല്ലാൻ പോകുന്നത് ഒരു യുക്തി ഇല്ലാത്ത കാര്യമല്ലേ എന്ന് ചോദിക്കും. അപ്പൊ മഹാദേവൻ പറയും, ശരിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞത് സത്യമാണ്. പിന്നെ അപ്പോ രണ്ടാമത് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ അത് കൊല്ലുന്നത് ശരിയല്ല. ശരി, എന്നാൽ ആയിക്കോട്ടെ, ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് മഹാദേവൻ പോകും. അപ്പോ വ്യാസദേവൻ തത്തയെടുത്ത് പത്നിയുടെ വായിന്റെ അടിയിലിട്ട് വന്നിട്ട് പറയും, തത്തയെ പുറത്തെ വന്നോളൂ, മഹാദേവൻ പോയിട്ടുണ്ട്, നിന്നെ ഇനി ആരും ഇവിടെ ഒന്നും ചെയ്യാനില്ല, പുറത്തേക്ക് വരൂ എന്ന് പറയും. അപ്പൊ തത്ത അകത്തുനിന്ന് നിന്ന് പറയും, ഇല്ല, ഞാൻ വരില്ല, കാരണം ഈ ഭൗതിക ലോകത്തിൽ ഭഗവാനെ കുറിച്ച് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഭഗവാന്റെ നാമങ്ങൾ ഇവിടെ ആരും ജപിക്കുന്നില്ല, ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നില്ല. ഞാൻ ഈ ഭൗതിക ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നശിച്ചു പോവും, ഞാൻ മായയിൽപ്പെട്ട് ഞാൻ ഇല്ലാണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിയാം. ഇവിടെ ആവുമ്പോൾ അങ്ങയുടെ വീട്ടിലാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭഗവാനെ കുറിച്ച് പ്രതിപാദിക്കുന്നതും വായിക്കുന്നതും എഴുതുന്നതും പറയുന്നതും എനിക്ക് കേൾക്കാൻ പറ്റും, ഞാൻ അതുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്ന് തത്ത പറയും. അങ്ങനെ ആ തത്ത എന്താ പറയാ വ്യാസദേവന്റെ പത്നിയുടെ വയറ്റിലേക്ക് അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ 16 വർഷങ്ങൾ, നീണ്ട 16 വർഷങ്ങളാകുമ്പോഴേക്കും വ്യാസദേവന്റെ പത്നിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥതയാവും, വല്ലാത്ത വേദനയാവും, വയറുവേദനയൊക്കെ വരും. അപ്പോ വ്യാസദേവനും പത്നിയും കൂടെ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കും. ഭഗവാനെ, ഇങ്ങനെയാണ് ഈ തത്ത കാരണം നമുക്ക് എന്റെ പത്നിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയാണല്ലോ, ഇപ്പൊ എന്താ ചെയ്യാൻ? അപ്പോ ഭഗവാൻ നേരിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷനായിട്ട് നേരിട്ട് തത്തയുടെ അടുത്തേക്ക് പറയും, നീ ഒരിക്കലും പേടിക്കണ്ട, നീ ഈ മായയിൽ, ഈ ഭൗതിക ലോകത്ത് മായയിൽപ്പെട്ട് വിഷമിക്കേണ്ട ഒരവസ്ഥയും നിനക്കുണ്ടാവില്ല, ധൈര്യമായിട്ട് നീ പുറത്തേക്ക് വന്നോളൂ. ഭാര്യ, മക്കൾ, കുടുംബം, വസ്തു, ഭൂമി, ഇങ്ങനെയൊക്കെ ഉള്ള ഞാനെന്ന, എന്റേതെന്ന ചിന്തകളൊന്നും നിന്നെ ബാധിക്കില്ല. നിനക്ക് ഒരിക്കലും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒന്നും ഉണ്ടാകില്ല. നിനക്ക് എപ്പോഴും ശാന്തമായ, സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടാകും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറയും. അങ്ങനെ ആ തത്ത പുറത്തേക്ക് വരും. അങ്ങനെ പുത്രനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്, തത്തയായിട്ടല്ല. അങ്ങനെ ജനിക്കുന്ന പുത്രനാണ് ശുകദേവ ഗോസ്വാമി. അപ്പോ എന്താ പറയാ, നീണ്ട 16 വർഷം വ്യാസദേവന്റെ പത്നിയുടെ ഉദരത്തിൽ കഴിഞ്ഞ എന്താ പറയാ ഈ ശുകദേവ ഗോസ്വാമി പുറത്തേക്ക് വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് ശാരീരിക ബോധമേ ഇല്ല. വസ്ത്രം ധരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം
അദ്ദേഹത്തിന് പിടികൂടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടന്നു. തന്റെ വീട്, തന്റെ അച്ഛൻ, തന്റെ അമ്മ, തന്റെ നാട്, അങ്ങനെ ഒരു ചിന്തയില്ലാതെ അദ്ദേഹം ഇറങ്ങി നടന്നു. പുറകെ ആര്, മകനെ പോകരുതേ എന്ന് പറഞ്ഞ് അച്ഛൻ വ്യാസദേവൻ പുറകെ. അപ്പൊ എന്താ പറ്റി? ഈ കുറേ സ്ത്രീകളൊക്കെ അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നഗ്നനായിട്ട് ഒരു യുവാവ് വരുന്നു. പക്ഷെ അവർക്കൊന്നും തോന്നിയില്ല. കാരണം ആ മുഖത്ത് മൊത്തം വിരക്തിയും തേജസ്സും, അല്ലാത്ത തേജസ്സും ഒരു ദിവ്യത്വമാണ് അവർക്ക് കണ്ടത്. മറിച്ച് വ്യാസദേവൻ വൃദ്ധനായിട്ട് പോലും, വസ്ത്രം ധരിച്ച ആളായിട്ട് പോലും അവർക്ക് വ്യാസദേവനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവര് വസ്ത്രമൊക്കെ നേരാമണ്ണൊക്കെ സൃഷ്ടിച്ചിട്ട് വളരെ ഭവ്യതയോടെ കൂടി നിന്നു. പക്ഷെ സുഖദേവ ഗോസ്വാമിയെ കണ്ടപ്പോഴേക്കും അവർക്ക് അങ്ങനെ ഒരു ശാരീരികമായ ഒരു പുരുഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെന്നുള്ള ഒരു ചിന്ത പോലും അവർക്ക് തോന്നിയില്ല. അവർക്ക് ഒരു ദിവ്യത്വമാണ് ഈ സുഖദേവ ഗോസ്വാമിയിൽ കണ്ടത്. അങ്ങനെ എന്താണ് മഹാദേവൻ നിന്ന് കേട്ട ഭഗവാനെ കുറിച്ചുള്ള വരികൾ എന്താ പറ്റി, ഈ വ്യാസദേവന്റെ ശിഷ്യര് ഈ ശുകദേവന്റെ മുന്നിൽ പാടും. അത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് വ്യാസദേവന്റെ പുത്രനായ ശുകദേവ ഗോസ്വാമി നടത്തം നിന്നിട്ട് എനിക്ക് ഇപ്പൊ നിങ്ങൾ പാടിയ ആ ശ്ലോകം, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് വർണ്ണിക്കുന്ന ആ ശ്ലോകങ്ങള് എനിക്ക് കേൾക്കണം, വീണ്ടും കേൾക്കണം എന്ന് പറയും. അങ്ങനെ വ്യാസദേവരെല്ലാവരും നേരെ വ്യാസദേവന്റെ ആശ്രമത്തിലേക്ക് വന്നിട്ട് വ്യാസദേവൻ ശുകദേവനും മറ്റു ശിഷ്യർക്കുമായിട്ട് ആ ഭാഗവതം മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ കേട്ട ഈ 2 പ്രാവശ്യം കേട്ട ഈ ശുകദേവ ഗോസ്വാമിയാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം വർണ്ണിച്ചു കൊടുക്കുന്നത്. ആ കഥ നമ്മൾ അടുത്ത തിങ്കളാഴ്ച പറയും. ഒരു 3-4 ക്ലാസ് കൊണ്ട് നമുക്ക് ഭഗവാനെ കുറിച്ച് പറയും. അത് കഴിഞ്ഞ് നമുക്ക് ഭഗവത്ഗീത ശ്ലോകങ്ങളിലേക്ക് കടക്കാം. വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത്. ശ്ലോകത്തിന്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 2, 3, 4 2, 3 ഒക്കെ ശ്ലോകങ്ങൾ എടുക്കാൻ പറ്റും. ചില സമയത്ത് ഒരു ശ്ലോകം മാത്രമായിരിക്കും എടുക്കുന്നത്. എന്തായാലും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ്സിലേക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, കമന്റ്സുകൾ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ അഭിപ്രായങ്ങളോ കമന്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. കലാമാതാജി ഇല്ലേ ഇവിടെ? പ്രഭു. ഹരേ കൃഷ്ണ. എന്താണ് പ്രഭു? നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. അല്ല, നമുക്ക് നിർത്തണം. എന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പ്രഭുവിനോട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് കേൾക്കുന്ന എല്ലാ കുടുംബത്തിലുള്ള മുതിർന്നവർക്കും എല്ലാവർക്കും ചോദിക്കാവുന്നതാണ്. അങ്ങനെയൊന്നുമില്ല, കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല. മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയാണ് കുറച്ച് കൂടുതൽ കഥകളുമായി, ഭഗവാന്റെ കഥകളുമായിട്ട് വരാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീത തുടക്കം തൊട്ടേ ശ്ലോകങ്ങൾ തന്നെ തുടങ്ങുമായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് വേണ്ടി ഭഗവാനെ കുറിച്ച് കുറച്ച് കഥകളും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഭഗവത്ഗീത തുടങ്ങാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതത്തിലെ കുറച്ച് ഭാഗം, ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ 2-3 ക്ലാസ് കൊണ്ട് നമ്മൾ അത് പറഞ്ഞു തീരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വരുന്നതാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. മണി 8:10. പ്രഭു, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? കേട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊരു അഭിപ്രായം ചോദിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും അഭിപ്രായം പറയണം. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ക്ലാസ് ആണ്. അതെ, നമ്മുടെ ആദ്യത്തെ ക്ലാസ്.
ചെറുവയ്ക്കൽ ടീമിന്റെ ആദ്യത്തെ ക്ലാസ്. അതെ. അപ്പൊ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നൊന്ന് പറയണം. ഇത് ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല. മനസ്സിലായോ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? അതെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അതിന്റെ കുറച്ചുകൂടി ലളിതമായ രീതിയിൽ പറയണോ? പിന്നെ കുറച്ചുകൂടി കഥകളൊക്കെ, കൊച്ചു കൊച്ചു കഥകൾ, ഭഗവാന്റെ കൊച്ചു കൊച്ചു ലീലകളൊക്കെ, അതൊക്കെ പറയണോ? അങ്ങനെയൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അതാണ്. ഹായ്. മടി. ഹലോ. അല്ല, പറഞ്ഞോളൂ. ഞാൻ സുപ്രിയ. എൻ്റെ മകന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഇപ്പൊ കയറിയ. മകനും കൂടെ ഉണ്ട്. അപ്പോ ക്ലാസ് നന്നായിരുന്നു. പക്ഷേ ഒരു സജഷൻ ഉള്ളത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ അത് ഒരു ഇൻട്രസ്റ്റോടെ കേൾക്കും. ഇപ്പൊ എനിക്ക് മകന്റെ സൈഡിൽ നിന്ന് അങ്ങനെയാണ് ഒരു ഇത് മനസ്സിലായത്. അപ്പോ അതാകുമ്പോ അവർക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. കാരണം ആ 2 സ്റ്റോറീസ് നന്നായി ഇരുന്ന് മോൻ കേട്ടു. അപ്പോ അങ്ങനെയാകുമ്പോൾ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നു. ഓക്കെ. അല്ല, നമ്മള് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത ക്ലാസ് ആണെങ്കിലും ഭാഗവതത്തെ കൂടി നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം ആരാണ് ഭഗവാൻ, ഭഗവാന്റെ ലീലകൾ, ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. കുട്ടികൾ മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അതും കൂടി ചേർത്ത് കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഭഗവത്ഗീത പഠിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മനസ്സിൽ കൃഷ്ണനെ കുറിച്ച് ഒരു പൂർണ്ണമായ അറിവ് നമ്മുടെ മനസ്സിൽ തലച്ചോറിൽ ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യനായിട്ട് കണ്ടുകൊണ്ടായിരിക്കും ഭഗവത്ഗീതയെ കാണുന്നത്. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് നമ്മൾ ഭഗവാന്റെ ആ ചെറുകാലത്ത് തന്നെ എന്തൊക്കെ അതിശയങ്ങൾ, അത്ഭുതങ്ങൾ കാണിച്ചു, ഈ ലോകത്തിൽ തന്നെ എന്തൊക്കെ രീതിയിലുള്ള അത്ഭുതങ്ങളാണ് ഭഗവാൻ കാണിച്ചത്, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഭഗവത്ഗീത പറയുമ്പോൾ അത് കുറച്ചുകൂടി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കഥകളിലേക്ക് കൂടെ കടക്കുന്നത്. ഹരേ കൃഷ്ണ. ഇതുപോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നോ ഒന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ നിർത്തുകയാണ്. ഇനി അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം 8 മണിക്ക് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്ദിയുണ്ട് പ്രഭു. എല്ലാവരും നമുക്ക് വേണ്ടി ഇത്രയും നേരം ക്ലാസ് എടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ നല്ല വഴിക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു വലിയ ശ്രമത്തിലാണ് നമ്മള്, ശ്രീമതി പ്രഭു. അപ്പം അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് നല്ല സഹകരിക്കണം എല്ലാവരും. എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊന്നും നമുക്ക് വേറെ ലാഭമോ അങ്ങനെയൊന്നുമില്ല. കുട്ടികളെ വഴിതെറ്റാതിരിക്കാനും അതിനാണ് മെയിൻ ലക്ഷ്യം. എന്നുവെച്ചാൽ ഇപ്പം സ്കൂൾ തലങ്ങളിലും ഇപ്പൊ പുറത്തിറങ്ങിയ വഴിതെറ്റണ ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ കഞ്ചാവ്, മയക്കുമരുന്ന്, തമ്മിൽ കുത്തി കൊല്ലുന്ന പിള്ളേരെ, തമ്മില് അങ്ങനത്തെ ഒരു കാലഘട്ടം. എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കോളേജ് തലത്തിലൊക്കെയാണ് അത്രയും ഒരു ഭീകരാവസ്ഥ. ഇപ്പം കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളിലാണ് ഈ ഒരവസ്ഥ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ കുഞ്ഞിലെ തന്നെ അവർ ആ ഒരു നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് ഈ ആധ്യാത്മികമായ ഒരു മാർഗങ്ങളും കൂടി അവലംബിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രഭുവൊക്കെ ഇത്രയും സമയമില്ലെങ്കിലും ഇതൊക്കെ മുൻകൈ എടുത്ത് നമ്മൾ ഇതെല്ലാം ചെയ്യണത്. അപ്പൊ നിങ്ങൾ പാരന്റ്സ് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് കുട്ടികൾ ഇതിലോട്ട് കൊണ്ടുവരണം. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഒക്കെ കുട്ടികൾക്ക് മനസ്സിലായോ ഇല്ലെന്ന് ഒരു അമ്മ പറഞ്ഞു. അപ്പൊ അത് വലിയൊരു കാര്യമായി, അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ എല്ലാവരും സഹകരിക്കണം. എന്നിട്ട് കുട്ടികളെ ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് ആദ്യം ചിലപ്പോ ഒന്നും മനസ്സിലാവൂല, ഒരു ആദ്യത്തെ ക്ലാസ് ഒക്കെ അല്ലേ, എന്നാലും ക്രമേണ ഇതിൽ കൊണ്ടുവരുമ്പോഴേ അവർക്ക് നന്നായിട്ട് ഇത് മനസ്സിലാവുള്ളൂ. അപ്പം അതുമായിട്ട് സഹകരിക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന. അപ്പം എനിക്ക് മാതാജി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പറ്റുമെങ്കിൽ നിങ്ങളുടെയൊക്കെ മക്കളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരടുത്ത് ഈ മാതാജിയുടെ, കലാമാതാജി ഇപ്പം സംസാരിച്ച മാതാജിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ
ലിങ്കിലേക്ക് കയറാനായിട്ട് അവരുടെയൊക്കെ നമ്പറുകളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ നല്ല ഒരു എന്താ പറയാ കാര്യങ്ങൾ അവർക്ക് കൂടി കിട്ടാനായിട്ട് ഉള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് കൂടി എനിക്ക് പറയാനുണ്ട്. പറ്റുന്നിടത്തോളം, എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ ബന്ധുജനങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് അവർക്കെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ അവർക്കെല്ലാം ഒരുമിച്ച് ഇത് കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്താൽ കൊള്ളാം. ഹരേ കൃഷ്ണ. കൃഷ്ണ, നമുക്ക് എല്ലാവർക്കും പ്രഭുവിന് വേണ്ടി ഇത്രയും നേരം നല്ലതായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത പ്രഭുവിന് വേണ്ടി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ. ഓക്കെ. കൃഷ്ണ കൃഷ്ണ. Thanks.